പ്രഷർ വാട്ട് പ്രഷർ സന്തോഷം കൂട്ടി ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ. അപ്പൊ നിങ്ങള് പറയും എന്റെ മോനെ ജാതിച്ചേക്ക നിങ്ങൾ നാല് ഫുട്ബോൾ ചരിത്രത്തിൽ കഴിഞ്ഞ് ആ മനുഷ്യന് പുള്ളിക്കാരന് നേടാൻ റെക്കോർഡുകൾ പറ്റില്ല. വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, വേൾഡ് കപ്പ് അതുപോലെ തന്നെ ഓപ്പണിംഗ് മാച്ചിൽ തന്നെ ഹാട്രിക്. നമുക്ക് നല്ലൊരു സൂപ്പർ സ്വന്തം ലെജൻഡിക് മെസ്സി. അതിന്റെ ഫാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്നില്ല, അല്ലാതെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സൂപ്പർ. എന്ത് വേണം ഗൈസ്, ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ നമുക്ക് എന്ത് വേണം? ഇത് പോരെ, ഇതാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഗോട്ട് പുള്ളിക്കാരൻ എല്ലാം പറയാം. മിശിക്കാം 1 ലക്ഷത്തിലല്ല, കോടികളല്ല, കോടാനും കോടികളിൽ ഒന്നേ കാണുന്നതിലേക്ക് കണക്കിനാണ് മെസ്സിനെ പോക്കുന്നെങ്കിൽ മോരെ മിക്കവാറും ഇപ്രാവശ്യം വേൾഡ് കപ്പിന് വേണമെന്നില്ല. എന്തായാലും മാൻ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഗോളിന്റെ ലീഡ് തന്നെ എന്തായാലും കഴിഞ്ഞ പോലത്തെ വേൾഡ് കപ്പിൽ ഫസ്റ്റ് മാച്ച് തന്നെ സൗദി അറേബ്യയോട് തോറ്റാണ്. പക്ഷെ തോറ്റിട്ട് പിന്നെ അതിൽ ഒരു ഉയർത്തി വന്നിട്ടാണ് പിന്നെ വീണ്ടും ബുക്ക് ചെയ്ത്. ഇപ്രാവശ്യം തുടക്കം തന്നെ ജയം, അത് 3 ഗോൾ ഹാട്രിക് അടിച്ചിട്ട്. കുറെ ടീം ഓരോ ഓട്ടമാര് മറ്റേ അൾജീരിയനോടാണ് കുറെ കളി വെച്ചിട്ടുണ്ട്. അതെന്തായാലും അർജന്റീനയെ ജയിക്കും. അൾജീരിയ എന്താ വേൾഡ് കപ്പിൽ ക്വാളിഫൈഡ് ആയ ടീം അല്ലേ? കണ്ണകളി ക്വാളിഫൈഡ് അല്ല, അതോട്ട് പോലെയല്ലേ ഇത് വേൾഡ് കപ്പ് ക്വാളിഫൈഡ് ആയ ടീം തന്നെയാണ്. അല്ലാതെ അൾജീരിയ മറ്റേത് പ്രശ്നമൊന്നുമില്ല. എന്തായാലും 3-0. പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ല. മെസ്സിലെ ഇനിയും കാണാം നമുക്ക് ബാക്കി കളികളൊന്നും.